ഹേ ഗായ്സ്, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. വാട്ട് എ മൂവി. അതായത് മാർവൽ എപ്പോഴൊക്കെ ഡൗൺ ആയി പോയിട്ടുണ്ടോ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്പൈഡർമാൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോവുക, ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ ട്രേഡിംഗ് ഒക്കെ നടത്തുമ്പോൾ പ്രോഫിറ്റ് ഇങ്ങനെ അപ്രൈസ് ആയി പോകണേ, അതേപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് സ്പൈഡർമാൻ എന്ന് പറയുന്നത്. അതായത് സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ എന്താ, അതിൻ്റെ ഒരു ഇൻഷുറൻസ് ആണ്. അതായത് ദർ ഈസ് നോ ബാഡ് സ്പൈഡർമാൻ മൂവി. കിട്ടില്ല പടം, ഒന്നും പറയില്ല. അത് ഈ സിനിമ മസ്റ്റായിട്ട് കാണണം. അതായത് ഇതിനൊരു റിവ്യൂ, അതായത് സ്പൈഡർമാൻ മൂവിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവ്യൂയുടെ പോലും ആവശ്യമില്ല. മറ്റൊരാളുടെ ഒപ്പീനിയൻ നോക്കേണ്ട കാര്യമില്ല. അതാണ് സ്പൈഡർമാൻ മൂവീസിൻ്റെ മറ്റൊരു പ്രത്യേകത. ഞാൻ അത് കാരണം ഫസ്റ്റ് ഷോ തന്നെ കൊണ്ട് ഫസ്റ്റ് ഷോ കാണാനുള്ള വേറൊരു കാരണം കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ എവിടെ നിന്നെങ്കിലും കുറേ സ്പോയിലറൊക്കെ കണ്ടിട്ട് അത് കാണാത്തവർക്ക് പറഞ്ഞു തരാനായിട്ട് വന്നിരിക്കുന്ന കുറേ ആളുകളുണ്ട്. കാരണം നമ്മളൊക്കെ 200-300 കൊടുത്തിട്ട് തിയേറ്ററിൽ വരുന്ന സിനിമ കാണാനല്ലോ, നമ്മൾ കുറച്ചൊരു എ സിയിലൊക്കെ റെസ്റ്റ് ചെയ്യാനോ. അത് ഞാൻ 300-ന് മുകളിലോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഐമാക്സ് ഇല്ല. കാരണം ദി ഓഡിസിക്ക് വേണ്ടിയിട്ട് ക്രിസ്റ്റഫർ നോളൻ ഓൾറെഡി എല്ലാം പ്രീ ബുക്ക് ചെയ്ത് വെച്ചേക്കണം. അതാണ് ഐമാക്സ് ഇല്ല. അപ്പോൾ നമ്മൾ 200-300 കൊടുത്തിട്ട് തിയേറ്ററിൽ പോകുന്ന സിനിമ കാണാനല്ല, നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാനാണ്. അപ്പോൾ നമ്മുടെ ഒരു കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട് കുറേ പേര് ഓൾറെഡി നേരത്തെ സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോയിലറൊക്കെ കണ്ടിട്ട് ഇത് നമുക്ക് നേരത്തെ പറഞ്ഞു തരാം എനിക്ക്. അപ്പോൾ ആ ഒരു ഇത് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും മസ്റ്റായിട്ട് ഒരിക്കലും സ്പോയിലർ കിട്ടരുത്, അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യത്തെ ഷോ തന്നെ കണ്ടത് ആ ഒരു റീസൺ കൊണ്ടാണ്. കിട്ടില്ല പടം, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. അതായത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള നമ്മുടെ ഹോം കമ്മിങ്ങോ, ഫാർ ഫ്രം ഹോമോ, നോവേ ഹോം ഒക്കെ പോലെ അതേപോലെ എന്താ പറയുക, മൾട്ടിവേഴ്സോ അല്ലെങ്കിൽ സ്പേസോ ടെക്കോ അതൊന്നുമല്ല. ഇതൊരു ക്ലാസിക് ആയിട്ടാണ്. അതായത് മോർ ഗ്രൗണ്ടഡ്, ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ. അതാണ് ശരിക്കും ട്രൂ ആയിട്ടുള്ള സ്പൈഡർമാൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ 2 ആണ്. അത് സാം റൈമിയുടെ സ്പൈഡർമാൻ. അതേ സെയിം വൈബ് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ കിട്ടും. അതായത് എ ട്രൂ സ്പൈഡർമാൻ, അതായത് പീറ്റർ പാർക്കർ ആൻഡ് സ്പൈഡർമാൻ ബോത്ത് രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള, അതായത് മറ്റേ ടെക്കിൽ നിന്നെല്ലാം മാറി എന്നുള്ള ഒരു കിടിലൻ മൂവി. പിന്നെ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 3 സ്പൈഡർമാൻ മൂവീസ് അത്രയും ടോപ്പ് സക്സസ് ആയിരുന്നിട്ട് കൂടി ജോൺ വാട്സൺ ഡയറക്റ്റ് ചെയ്യാത്ത ഒരു സ്പൈഡർമാൻ മൂവി കൂടിയാണിത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയർ അത്രയും ടോപ്പ് ഫോമിലേക്കാണ്, എന്നിട്ട് ആ ഒരു പ്ലെയറിനെ മാറ്റിയിട്ട് വേറൊരു പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറിനെ കൊണ്ടിട്ട് ആ പൊസിഷനിലിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണിത്. ഇതിൻ്റെ ഡയറക്ടർ ഡസ്റ്റിൻ ഡാനിയലാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാങ്ചിയുടെ ഒക്കെ ഡയറക്ടർ. അത് മാത്രമല്ല വേറെ ഇഷ്ടംപോലെ മൂവീസ് ഉണ്ട്. പിന്നെ ഈ അടുത്തിറങ്ങി നമ്മുടെ വണ്ടർമാൻ എന്ന് പറഞ്ഞാൽ എത്ര പേര് കണ്ടിട്ടെന്ന് എനിക്കറിയില്ല. MCയുടെ തന്നെ വണ്ടർമാൻ എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. അതിൻ്റെ ക്രിയേറ്റർ കൂടിയാണ് നമ്മുടെ ഡസ്റ്റിൻ ഡാനിയൽ. പിന്നെ ഷാങ്ചി ആക്ച്വലി ഒരു വളരെ നൈസ് മൂവിയാണ്. അതിൻ്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുത്ത് കാണണം, അത്രയും ടോപ്പ് നോച്ചാണ്. അതായത് ഹാൻഡ് ടു ഹാൻഡ് ആയിട്ടുള്ള ഫൈറ്റ് മാത്രമല്ല, റിങ്സ് വെച്ചിട്ടുള്ള ഫൈറ്റ് ഒക്കെയാണ്, അത് ടോപ്പ് നോച്ചായിരുന്നു. അത് ആലോചിക്കണം, കോവിഡ് ടൈമിലാണ് ആ സിനിമ ഇറങ്ങിയത്. ആൻഡ് അപ്പം തന്നെ എനിക്ക് വളരെ ഹോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് ഹി ഹാസ് ഡൺ എ റിയലി ഗുഡ് ജോബ്. അതായത് പുള്ളിയുടെ മറ്റ് സിനിമകൾ, അതായത് സൂപ്പർ ഹീറോ മൂവീസില്ലാത്തുള്ള സിനിമകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ഡ്രാമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ മൂവി സോ മച്ച് ഇമോഷണൽ ആണ്. ശരിക്കും ഇങ്ങനെ ആയിരിക്കണം ഒരു സ്പൈഡർമാൻ മൂവി. അതായത് ബാക്കിയുള്ള സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പുള്ളി ഒരുപാട് ടെക്കിൽ ഡിപ്പെൻഡഡ് ആണ്, ടോണി സ്റ്റാർക്കിൽ ഡിപ്പെൻഡഡ് ആണ്. പിന്നെ ഇപ്പോൾ ഇൻഫിനിറ്റി വാറായാലും എൻഡ് ഗെയിമിലും പുള്ളിക്കാരൻ ഒരുപാട് ടെക്കിൽ ഡിപ്പെൻഡഡ് ആണ്. പിന്നെ മൾട്ടിവേഴ്സ്, അങ്ങനെ ഒരുപാട്, അതായത് സ്പൈഡർമാൻ മൂവീസിലൂടെ ഒരുപാട് എക്സ്ട്രാ സാധനങ്ങൾ ഇൻജെക്ട് ചെയ്ത് അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എൻജോയ്ഡ് മൾട്ടിവേഴ്സ്. അതായത് നോവേ ഹോമിനകത്ത് ആ സംഭവങ്ങൾ അതെല്ലാം വളരെ ടോപ്പ് നോച്ച്. അതെന്ന് വെച്ചാൽ ഒരു നൊസ്റ്റാൾജി ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് ആ ഒരു സ്പൈഡർമാൻ്റെ ഒരു സ്റ്റോറി, അത് ഈ ഒരു മൾട്ടിവേഴ്സ് കയറ്റി ചെയ്തുകൊണ്ടാണ് നമുക്ക് ആൻഡ്രൂ ഗാർഫീൽഡിനെ, നമ്മുടെ ടോബി മാഗ്വയറിനെ, അതായത് നമ്മുടെ ചൈൽഡ്ഹുഡിലെ ഹീറോസ് ആയിട്ടുള്ള അവരെ ആ ഒരു സ്പൈഡർമാനെ കാണാൻ പറ്റി. അത് ഞാൻ എൻജോയ് ചെയ്തു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ മുങ്ങിപ്പോയ വേറെ സംഭവം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ഇതിൻ്റെ ഇടയിലൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ട്. ആ ഒരു ഇത് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് ഈ മൂവിയിലൂടെ. ഇതിലൊരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ കോമിക് ആക്യുറേറ്റ് ആണ് പുള്ളിയുടെ സൂട്ട് ഉൾപ്പെടെ, പക്ഷേ നോട്ട് എൻറ്റയർലി, പക്ഷേ കോമിക് ആക്യുറേറ്റ് ആണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോവേ ഹോമിലെ സ്പെല്ലിന് ശേഷം ഡോക്ടർ സ്ട്രേഞ്ച് ആ സ്പെല്ല് ഉപയോഗിച്ചതിന് ശേഷം എല്ലാവരും പീറ്റർ പാർക്കർ ആരാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്. അതിനുശേഷം 3-4 വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ പുള്ളി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറി ഫുള്ളി ന്യൂയോർക്ക് സെൻറ്റേഡ് ആണ്. സാധാരണ അതിൻ്റെ പുറത്തേക്ക് വേറെ സ്ഥലത്തേക്ക് പോകുന്നു അങ്ങനെയില്ല. അത് നെയ്ബർഹുഡ് സ്പൈഡർമാൻ അല്ലായിരുന്നു. പക്ഷേ ഇത്തവണ ന്യൂയോർക്കിലെ ക്രൈംസ് സോൾവ് ചെയ്യുന്നു, ലോക്കൽ ക്രൈംസ് ഫൈറ്റ് ചെയ്യുന്നു. അതൊക്കെയാണ് ഈ ഒരു സിനിമയിലെ മെയിൻ ഒരു തീം എന്ന് പറയുന്നത്. അതായത് പീറ്റർ പാർക്കർ ആരാണെന്ന് പോലും ആർക്കും അറിയില്ല. പുള്ളിയുടെ MJ ഇല്ല, അതായത് പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ട് നെഡ് ഇല്ല, അങ്ങനെ ആരും ഇല്ല. മൊത്തം എന്ന് പറയുന്നത് പുള്ളിയുടെ കൂടെയുള്ള ലോൺലിനെസ് മാത്രമാണ്. അപ്പോൾ പുള്ളിക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഫുൾ ടൈം ഫൈറ്റിംഗ് ക്രൈംസ്, സോൾവിങ് ക്രൈംസ്. അപ്പോൾ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ന്യൂയോർക്കിലെ ക്രൈം റേറ്റും ഒരുപാട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഡിറ്റക്റ്റീവ്സും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള അത്യാവശ്യം നല്ല കണക്ഷനുണ്ട്. അതായത് 3-4 വർഷത്തിനിടയ്ക്ക് പുള്ളി ഫൈറ്റിംഗ് ക്രൈം മാത്രമാണ്, കാരണം ലോൺലിനെസ് ആണ് ആകെ ഉള്ളത്. അപ്പോൾ അതിനിടയിൽ പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് ഫുൾ ടൈം പുള്ളി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റിംഗ് ക്രൈമാണ്. അങ്ങനെ പുള്ളിക്ക് ഇവരായിട്ട് കുറച്ച് റിലേഷൻ ഉണ്ട്. ഓഫ് കോഴ്സ് ഫ്രാങ്ക് കാസിലിൻ്റെ ക്യാരക്ടറായി ഞാൻ കഴിഞ്ഞൊരു വീഡിയോനകത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എന്തായാലും ഫുൾ എൻജോയ്മെൻറ്റ് ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ കിട്ടണമെങ്കിൽ ഫ്രാങ്ക് കാസിൽ, അതായത് ദ പണീഷർ ആരാണെന്ന് അറിയണം. ആൻഡ് ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതലുള്ള സ്ക്രീൻ ടൈം ഈ സിനിമയിനകത്ത് നമ്മുടെ പണീഷർക്ക് ഉണ്ട് കേട്ടോ. ആൻഡ് ഐ ലൈക്ക് ഫ്രാങ്ക് കാസിൽ സോ മച്ച്, സോ ഐ എൻജോയ്ഡ് ഇറ്റ്.
നമ്മളിതിൻ്റെ ട്രെയിലറിനകത്തൊക്കെ ഉണ്ടായിരുന്ന പുള്ളിക്കാരന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഉള്ളിനകത്തുള്ള ഒരു മെൻ്റൽ ക്രൈസിസ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ലോൺലിയാണ്. അപ്പോൾ പുള്ളിയുടെ ഗേൾ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് പുള്ളിക്ക് ഒരു എന്താ പറയുക ഈ ഒരു മ്യൂട്ടേഷൻ ട്രിഗർ ആവാനുള്ള മെയിൻ കാരണം. അപ്പോൾ അത് സംഭവിക്കുന്ന ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റിലാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെടാതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. പ്രത്യേകിച്ച് വലിയ സ്പോയിലർ സംഭവമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ അതായത് ഈ ഒരു മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരന് ഉള്ള സ്ട്രെങ്ത് ഓൾറെഡി സ്ട്രോങ്, ഈസ് പവർഫുൾ, ഈസ് ഓൾവേസ് ഹോൾഡിങ് ബാക്ക് ആൻഡ് ഇറ്റ് ഈസ് ട്രൂ. അപ്പോൾ ഓൾറെഡി പുള്ളിക്കാരന് പവേഴ്സ് ഉണ്ട്. പക്ഷേ അതെല്ലാം ഒന്നുകൂടി എൻഹാൻസ്ഡ് ആകും, കുറച്ചുകൂടി പവർ കിട്ടും. അതുകൂടാതെ പുള്ളിക്കാരന് ദി ഓർഗാനിക് വെബിങ്, അത് ഓൾറെഡി ട്രെയിലർ കണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് പ്രശ്നമില്ല. അതായത് പുള്ളിക്കാരന് ഓർഗാനിക് വെബിങ് കിട്ടും. പുള്ളിക്കാരന് നോ മോർ ഹി നീഡ്സ് എന്താ പറയുക വെബ് ഷൂട്ടേഴ്സിൻ്റെ ആവശ്യമില്ല. പുള്ളിക്കാരന് ഓർഗാനിക് വെബിങ് കിട്ടുന്നുണ്ട്. ഇതിൽ ടോം ഹോളണ്ടിൻ്റെ പെർഫോമൻസ് പറഞ്ഞാൽ എടുത്ത് പറയേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പൈഡർമാൻ ഒരു ടീനേജർ അല്ല, പുള്ളിക്കാരൻ മെച്ചുവേർഡാണ് ആൻഡ് മോർ ഇമോഷണൽ. അപ്പോൾ ആ ഒരു സീനെല്ലാം, ആ ഒരു ഗ്രോത്ത് എല്ലാം പുള്ളിക്കാരൻ അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതായത് പീറ്റർ പാർക്കറിൻ്റെ ഈ ഒരു ഇമോഷണൽ സൈഡാണ് നമുക്ക് മറ്റ് സൂപ്പർ ഹീറോസ് ഒന്നും സ്പൈഡർമാനായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ തന്നെ നമുക്ക് എന്താ പ്രശ്നങ്ങളുണ്ടാവും, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, പൈസ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അതെല്ലാം ഈ പീറ്റർ പാർക്കറിൻ്റെ ലൈഫിലുണ്ട്. അതെല്ലാം കിടിലായിട്ടാണ് ഈ സിനിമയിനകത്ത് നമ്മുടെ ടോം ഹോളണ്ട് ചെയ്തു വെച്ചേക്കുന്നത്. സിൻഡയുടെയും പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ടോം ഹോളണ്ടിൻ്റെ പോലെ തന്നെ അത്രയും അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് സിൻഡയുടെ ഭാഗത്തു നിന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ടീനേജേഴ്സ് അല്ല, മെച്ചുവേർഡാണ്. അപ്പോൾ എന്താ പറയുക, പീറ്റർ പാർക്കർ പിന്നെയും പുള്ളിക്കാരുടെ ലൈഫിലോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു മൂമെൻറ്റ്സ്, കാര്യങ്ങൾ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ എടുത്ത് ഓട്ടുണ്ടാവും. കാരണം എങ്ങാനും ഇവരുടെ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിലെങ്കിലും ആരാണ് പീറ്റർ പാർക്കർ എന്ന് അവർക്ക് എപ്പോഴെങ്കിലും മെമ്മറി കിട്ടുമോ, അങ്ങനെ ഒരു തോന്നലൊക്കെ നമുക്ക് കിട്ടും. അതെല്ലാം എന്താ പറയുക, സിൻഡയുടെ മൂമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ എടുത്ത് പറയുന്നത് വെച്ചാൽ ഫ്രാങ്ക് കാസിലാണ്, അതായത് ജോൺ ബേൺതൽ. അതായത് MJനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ അത് പ്ലോട്ടിലോട്ട് പോകും, സ്പോയിലേഴ്സ് ആവുന്നതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. പിന്നെ ഫ്രാങ്ക് കാസിൽ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട്, നിങ്ങൾ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല, കാണാൻ പോകുന്നതാണെങ്കിൽ ഫ്രാങ്ക് കാസിൽ ആരാണെന്ന് എന്താ പറയുന്നത് റിസർച്ച് ചെയ്യുക. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കുറച്ച് ഭാഗങ്ങൾ എന്തെങ്കിലും കാണാൻ ശ്രമിക്കുക. കാരണം ഫ്രാങ്ക് കാസിൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് കൂടുതൽ സ്ക്രീൻ ടൈം ഉണ്ട് ആൻഡ് ഹീസ് എ റിയലി നൈസ് ക്യാരക്ടർ. അതായത് രണ്ട് സ്പൈഡർമാനും ഫ്രാങ്ക് കാസിലും ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് എക്സ്ട്രീം ക്യാരക്ടേഴ്സാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാങ്ക് കാസിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി തന്നെ, അതായത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെയൊക്കെ അടിച്ച് കൊല്ലുക എന്നുള്ള മൈൻഡിൽ നടക്കുന്നത്. സ്പൈഡർമാനാണെങ്കിൽ ഒരിക്കലും സമ്മതിക്കാത്ത ക്യാരക്ടർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോവേ ഹോമിനകത്തൊക്കെ ഉണ്ട്, അതായത് ആ വില്ലൻസിനെ തിരിച്ച് അവർക്കും ജസ്റ്റിസ് കൊടുക്കണം, അതുകൊണ്ട് അവരെ തിരിച്ചു വിടണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഫ്രാങ്ക് കാസിലിസ് എന്താ പറയുക, വയലൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എത്രയും പെട്ടെന്ന് എല്ലാത്തിനെയും ആർക്കും നോ സെക്കൻഡ് ചാൻസ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അവരൊരു കെമിസ്ട്രി എല്ലാം അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫ്രാങ്ക് കാസിൽ ആൻഡ് സ്പൈഡർമാൻ വർക്കിംഗ് ടുഗദർ ആൻഡ് ദാറ്റ് വാസ് റിയലി നൈസ്. പിന്നെ സാഡി സിംഗ്, പുള്ളിക്കാരുടെ പെർഫോമൻസ് അടിപൊളിയാണ്. അത് സാഡി സിംഗ് ഓൾറെഡി മൂവിയിലുണ്ടെന്ന് ഇൻ്റർവ്യൂ വരെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എന്താ എനിക്ക് തോന്നുന്നു 1.5 മില്യൺ ആൾക്കാർ ഇനി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ എന്താ പറയുക, ആക്ഷൻസിലോട്ട് വേണമെങ്കിൽ എന്താ പറയുക, അടിപൊളി ആക്ഷൻസ്, അതായത് ഫുള്ളി ആക്ഷൻ പ്രതീക്ഷിച്ച് പോരുത്, അതോടെ ഞാൻ എടുത്ത് പറയണം. ഇത് ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോയിൻ്റെ രണ്ട് ഭാഗങ്ങൾ പോലെയാണ് സ്പൈഡർമാനും പീറ്റർ പാർക്കർ. അതെല്ലാം വെൽ ബാലൻസ്ഡ്, അതാണ് ശരിക്കും ട്രൂ സ്പൈഡർമാൻ മൂവി. ശരിക്കും അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ എന്താ പറയുക, നോവേ ഹോം ഒക്കെ കണ്ടിട്ട് ആ ഒരു എക്സ്പെക്ടേഷൻ പോലെ അതല്ല, ഇപ്പോൾ ട്രൂ ടു സ്പൈഡർമാൻ സെൽഫ്, അങ്ങനെ ഒരു അപ്രോച്ചാണത്. പിന്നെ മൈക്കൽ മാനും ഉണ്ട് ആ സ്കോർപ്പിയനായിട്ട്. പിന്നെ ദ ഹാൻഡ്, അവരുടെ ഫൈറ്റ് സീക്വൻസും സിനിമാറ്റോഗ്രാഫിയും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. കളർ ഗ്രേഡിങ്ങുള്ള എല്ലാ സംഭവങ്ങളെല്ലാം എല്ലാം അടിപൊളിയാണ്. പിന്നെ എല്ലാവരും സ്ഥിരം ചോദിക്കുന്ന ചോദ്യം ഉണ്ടായത്, ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവഞ്ചേഴ്സ് എവിടെയായിരുന്നു, ബാക്കിയുള്ള ആൾക്കാർ എവിടെയായിരുന്നു, അവരുടെ അടുത്ത് സഹായം ചോദിച്ചൂടെ. അപ്പം ഇതിനകത്ത് അങ്ങനെ ശരിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് കുറേ ആൾക്കാർ ക്യാരക്ടേഴ്സ് എടുത്ത് ഫസ്റ്റ് തന്നെ എന്ന് പറഞ്ഞാൽ ബ്രൂസ് ബാനറിൻ്റെ അടുത്ത്, അതായത് പുള്ളിക്കാരൻ ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനകത്ത് ഹെൽപ്പ് ചോദിക്കാനായിട്ട് ട്രെയിലർ കാണിച്ചു കൊണ്ട് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. കൂടുതൽ സ്പോയിലർ ആയിക്കളയാനായിട്ട് ഞാൻ പറയുന്നില്ല. ആൻഡ് ദർ ഈസ് ആംഗ്രി ഹൾക്ക്, ഒക്കെ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഈ സിനിമയുടെ ഡ്യൂറേഷൻ വെച്ചാൽ ഓൾമോസ്റ്റ് 2.5 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഫുൾ ടൈം ആക്ഷൻ പ്രതീക്ഷിച്ച് പോകരുത്. കാരണം നിങ്ങൾ നോവേ ഹോമിലൊക്കെ ആ വൈബൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. കാരണം ഇതൊരു ട്രൂ സ്പൈഡർമാൻ മൂവിയാണ്. ശരിക്കും സ്പൈഡർമാൻ മൂവി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കാരണം പീറ്റർ പാർക്കറും സ്പൈഡർമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ രണ്ടും കൂടി വെൽ ബാലൻസ്ഡ് ആയിട്ടായിരിക്കണം ശരിക്കും പറഞ്ഞാൽ സ്പൈഡർമാൻ മൂവി. കാരണം പുള്ളിക്കാരൻ സ്പൈഡർമാൻ എന്ന് പറയുന്നത് തന്നെ ഒരു ക്യാരക്ടർ ഡ്രിവൺ സൂപ്പർ ഹീറോ ആണ്. അല്ലാതെ ഫുൾ ടൈം ആക്ഷൻ, ഓഫ് കോഴ്സ് ആക്ഷൻ വേണം, സ്വിമ്മിങ്, എല്ലാ സംഭവങ്ങളും വേണം, അതെല്ലാം ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ആൻ ഇമോഷണൽ മൂവി. അതായത് പുള്ളിക്കാരൻ പീറ്റർ പാർക്കറിൻ്റെ ലൈഫ് ഇപ്പോൾ ലോൺലിയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇത് ഇമോഷണൽ ആയിരിക്കും. അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് പോയി കാണുക. ആൻഡ് എന്താ പറയുക, ഇതാണ് നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി. അതായത് ദ ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് ദ ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി. ആൻഡ് സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിപ്പോൾ നിൽക്കുന്നത് എൻ ക്രെഡിറ്റ് ഉണ്ട്, സ്പൈഡർമാൻ വിൽ റിട്ടേൺ. ഓക്കെ, പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ ഗെയിം കളിക്കേണ്ട, ഗെയിം അറ്റ്ലീസ്റ്റ് സ്ട്രീം ആയാലും കണ്ടാൽ മതി. അപ്പോൾ കാണാൻ പറ്റും, നമ്മൾ സ്ട്രീമിനകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചില നൊസ്റ്റാൾജിക് മൂമെൻറ്റ്സ് ഒക്കെ അതേപോലെ തന്നെ റിക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ബൈ.